NM വിജയന്റെ ഫോണും പണമിടപാടുകളും പരിശോധിക്കുകയാണ് പോലീസ്. ജോലിക്ക് കോഴ ആരോപണത്തിൽ IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് CPM. MLA ഓഫീസിലേക്ക് BJP കൂടി പ്രതിഷേധ മാർച്ച് നടത്താൻ പോവുകയാണ്. ദീപക് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ഐസക് താമരച്ചാലിന്റെ പ്രതികരണം, അതിനു മുമ്പ് നമ്മൾ പുറത്തുവിട്ട പീറ്റർ മാസ്റ്ററിന്റെ ഉടമ്പടി, DCC ട്രഷററായ NM വിജയൻ മരണത്തിന് മുമ്പ് KPCC പ്രസിഡന്റിന് എഴുതിയ കത്ത്, ഇതൊക്കെ ഇപ്പോൾ വ്യാജമല്ല എന്ന് തെളിയുന്നൊരു ഘട്ടത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ പറയാം, കുരുക്ക് മുറുകുകയാണ് അല്ലേ IC ബാലകൃഷ്ണന്? അങ്ങനെ തീർത്ത് പറയാൻ കഴിയില്ല അരുൺകുമാർ. കാരണം ഇത്തരത്തിൽ ഈ കോൺഗ്രസിൻ്റെ DCC നേതൃത്വവും അതുപോലെ തന്നെ മുൻ DCC പ്രസിഡന്റ് അടക്കമുള്ള പല ആളുകൾക്കും ഈ പണമിടപാടുമൊക്കെ ബന്ധപ്പെട്ട ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ ഇന്നലെ നമുക്ക് പ്രതികരണം തന്ന ഐസക് താമരച്ചാലിലേക്ക് പ്രതികരിച്ചിരുന്നു. മാത്രമല്ല നിരവധി ആളുകൾ, ഇത്തരത്തിൽ അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആളുകൾ വരെ നിയമനവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട്. ചില ആളുകൾ കോടതിയിലുണ്ട്, ചില ആളുകൾക്ക് പണം പകുതി ലഭിച്ച ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും തന്നെ ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് കാര്യങ്ങൾ പറയാൻ തയ്യാറല്ല. ഏതായാലും ഇന്ന് കൂടുതൽ വിശദമായ പരിശോധനകൾ പോലീസ് നടത്തുന്നുണ്ട്. ഇന്നലെ NM വിജയന്റെ വീട്ടിലെത്തി പോലീസ് വിജയന്റെ ഫോൺ പരിശോധിച്ചിരുന്നു. എന്നാൽ ഇന്ന് സാങ്കേതികമായി ടെക്നിക്കൽ ടീം വന്ന ഫോൺ കൃത്യമായി പരിശോധിക്കും. അതിൽ അവർ പരിശോധിക്കുന്നത് പ്രധാനമായും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെ അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ് പോലീസ് വിശദമായി പരിശോധിക്കുന്നത്. സുൽത്താൻ ബത്തേരി DYSP ബെന്നിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവർ ഇന്നലെ വീട്ടിലെത്തിയിരുന്നു. ഇന്നലെ CPMന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ ജാഥ MLA IC ബാലകൃഷ്ണന്റെ ഓഫീസിലേക്ക് നടന്നു. ഇന്നും BJPയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ MLAയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ ജാഥ നടക്കുന്നുണ്ട്. നേരത്തെ, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരിൽ നിന്നും വൻ തുകകൾ നേതാക്കന്മാർ പലരും വാങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മുൻപ് പരസ്യമായ രഹസ്യമായിരുന്നു. 2019 ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അന്ന് പരാതിക്കാരും രംഗത്ത് വന്നില്ല. പിന്നീട് ആ വിഷയത്തിന് വലിയ മൂർച്ചയില്ലാതെ ഒതുങ്ങിപ്പോവുകയാണ് ചെയ്തത്. അന്ന് കോൺഗ്രസിൽ നാമമാത്രമായി 2-3 ആളുകൾക്കാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ ലഭിച്ചത്. അതിനിടെ വീണ്ടും ഈ NM വിജയന്റെയും മകന്റെയും അസ്വാഭാവിക മരണത്തെ തുടർന്നാണ് ഈ അർബൻ ബാങ്കിലേക്ക് നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിൽ പ്രതികരണം നടത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. പല ആളുകളുടെയും കയ്യിൽ ഇത്തരത്തിൽ പണം കൈമാറിയ രേഖകളുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇന്ന് പോലീസ് വിശദമായ പരിശോധനയും അന്വേഷണവും നടത്തുന്നുണ്ട്. അതിനിടയിൽ BJPയുടെ പ്രതിഷേധ ജാഥ MLA IC ബാലകൃഷ്ണന്റെ ഓഫീസിലേക്ക് നടക്കുന്നുണ്ട്. അരുൺ, ഓക്കെ, താങ്ക് യു. ദീപക് മോഹനാണ് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ചേർന്നത്. താങ്ക് യു ദീപക് മോഹൻ.